ശരി, വിജേഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്. സൈഫു, ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്ഥാനം വീതം വെക്കുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസിന് ഇന്നും ഒരു തലവേദനയാണ്. കണ്ണൂരിലെ പ്രശ്നം, കണ്ണൂരിൽ കഴിഞ്ഞ കുറിയും 3:2 എന്നതായിരുന്നു അനുപാതം. പക്ഷേ അവസാനം 1.5 വർഷം ഇക്കുറി പക്ഷേ ലീഗ് കടുപ്പിച്ചാണ്. കാരണം അവർക്ക് 16 സീറ്റുണ്ട്. മാത്രമല്ല ഭാരം സീറ്റൊക്കെ അവർ ചോദിച്ച് മേടിച്ച് അവിടെ ജയിക്കുകയും ചെയ്തു. അപ്പൊ അവർക്ക് കുറെ കൂടി ഇത്തവണ ഡിമാൻഡ് ഉണ്ട്. അതുകൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അംഗീകരിക്കേണ്ടി വരും, മിക്കവാറും കോൺഗ്രസ് അംഗീകരിക്കേണ്ടി വരും. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ കാര്യങ്ങളൊക്കെ ഡീലാക്കേണ്ടി വരും. ശരി, കടുത്തുരുത്തി മുൻ MLA PM മാത്യു ആണ് അന്തരിച്ചത്. പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് അന്ത്യമുണ്ടായത്. 91-96 കാലയളവിൽ നിയമസഭാംഗമായിരുന്നു. കഴിഞ്ഞ വർഷം നാഷണൽ ഫാമേഴ്സ് പാർട്ടിയിൽ ചേർന്നിരുന്നു. സംസ്കാരം നാളെ ഉച്ച കഴിഞ്ഞ് നടക്കും. കടുത്തുരുത്തി മുൻ MLA ആണ് PM മാത്യു. അദ്ദേഹം അന്തരിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, എപ്പോഴാണ് മരണമുണ്ടായത്? മറ്റു വിവരങ്ങൾ. ഇന്ന് രാവിലെ ആണ് മരണം സംഭവിച്ചത്. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ കരൾരോഗ സംബന്ധമായ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. 1991 അതോടൊപ്പം തന്നെ 96 കാലയളവിൽ കടുത്തുരുത്തി MLA ആയിരുന്നു. കേരള കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്നു PM മാത്യു. KM മാണിയുമായി ദീർഘകാലമായ സൗഹൃദവും അതോടൊപ്പം തന്നെ വിവിധ ചുമതലകളും പാർട്ടി ചുമതലകളും വഹിച്ചിരുന്നു. അദ്ദേഹം അവസാന കാലഘട്ടങ്ങളിൽ UDF-ന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരികയും പിന്നീട് കഴിഞ്ഞ വർഷം നാഷണൽ കർഷക കോൺഗ്രസ് എന്ന നിലയിലൊരു പാർട്ടി രൂപീകരിച്ചതിന്റെ പ്രഖ്യാപനവും നടത്തിയിരുന്നു. 1950 അദ്ദേഹത്തിന്റെ ജനനം. കുസുമമാണ് ഭാര്യ, 3 മക്കളുണ്ട്. നാളെ വൈകിട്ട് ആണ് സംസ്കാരം നടക്കുക. ഇന്ന് വൈകിട്ടോടുകൂടിയായിരിക്കും വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരിക. ഇപ്പോൾ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിവിധ സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിന്റെ വൈസ് ചെയർമാൻ, KSFE വൈസ് പ്രസിഡന്റ്, കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മെമ്പർ, അഡ്വൈസറി ബോർഡ് അംഗം എന്നിങ്ങനെ നിരവധി ചുമതലകൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ നിര്യാണം അറിഞ്ഞ് മുതിർന്ന നേതാക്കളടക്കം കടുത്തുരുത്തിയിലെ വസതിയിലേക്ക് എത്തിയിട്ടുണ്ട്.